Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടാണെങ്കിൽ ഇത്രയും വലിയ ആവേശകരമായ വിജയമുണ്ടാക്കിയതിനു ശേഷം സ്വതന്ത്ര ചുമതല എങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഒരു രാഷ്ട്രീയ വിജയത്തിന് അദ്ദേഹം അർഹിച്ചിരുന്നതും ആണെന്ന് തോന്നുന്നു. തീർച്ചയായും ഏതായാലും ഇത് ഇത്തരത്തിലുള്ള പദവി സഹമന്ത്രി സ്ഥാനമൊക്കെ BJP കേരളത്തിൽ നിന്ന് ജയിക്കാത്ത ഘട്ടങ്ങളിൽ പോലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു ഭരണ പരിചയം പ്രൗഡ് മൊമെന്റ് ആണ് ശരിക്കും കേരളത്തിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് തൃശ്ശൂരുകാരെ വളരെ നന്ദി പറയുന്നു. കാരണം ഈ അവസരത്തിൽ തമിഴ്നാട്ടിലെ എൽ മുരുകൻ വന്നിരിക്കുകയാണ് അടുത്തത്. അണ്ണാമല വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം.